ഇന്ത്യൻ റെയിൽവേയിലേക്ക് നിരവധി അവസരങ്ങളാണ് ഉടനടി വരാൻ പോകുന്നത്. നമുക്കറിയാം RPFന്റെ നോട്ടിഫിക്കേഷൻ പെൻഡിംഗ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് പുറമെ ഇപ്പോൾ RRB അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പുതിയൊരു നോട്ടീസും കൂടി റിലീസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപാട് നല്ല അവസരങ്ങളായിരിക്കും ഉടനടി റെയിൽവേയിലേക്ക് ക്ഷണിക്കാൻ പോകുന്നത്. മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് വന്നിട്ടുള്ള പുതിയ നോട്ടീസിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം. ഇന്ത്യൻ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള മിനിസ്ട്രി ഓഫ് ദി റെയിൽവേയിലേക്ക് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് RRBയിലേക്ക് പുതിയ വിജ്ഞാപനം ഉടനെ വരുന്നുണ്ട്. അതായത് RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പുതിയൊരു നോട്ടീസ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് പുതിയൊരു വിജ്ഞാപനം ഉടനെ റിലീസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അഡ്വാൻസ് നോട്ടീസ് റിഗാർഡിംഗ് സെൻട്രൽ എംപ്ലോയി നോട്ടിഫിക്കേഷൻ CE എന്നാണ് പറഞ്ഞത് ഫോർ റിക്രൂട്ട്മെന്റ് ഓഫ് ടെക്നീഷ്യൻ ഇൻ ഇന്ത്യൻ റെയിൽവേസ്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഈ ഇടെയാണ് നമ്മൾ പുതിയൊരു വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അറിഞ്ഞു കാണും. 20 ജനുവരി 2024 ക്ഷണിച്ചു. അതിൽ പറയുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ്. അത് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അക്രോസ് വേരിയസ് റെയിൽവേ സോൺ എന്ന് പറഞ്ഞിട്ട് ആ കാര്യം ആദ്യം തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് ഓൾറെഡി നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ഇത് ഒഫീഷ്യലായിട്ട് റെയിൽവേ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളൊരു നോട്ടീസാണ്. അപ്പോൾ ആ കാര്യം നടന്നു. നമ്മുടെ RPFന്റെ നോട്ടിഫിക്കേഷൻ മാത്രമാണ് ഇതുവരെ വരാനുള്ളത്. ബാക്കി ലോക്കോ പൈലറ്റിന്റെ നോട്ടിഫിക്കേഷനൊക്കെ റെയിൽവേ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ RRB ആർ കറന്റ്ലി ഇൻ ദി പ്രോസസ് ഓഫ് ഫൈനലൈസിങ് ദി റിലീസ് ഓഫ് another സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ സ്പെസിഫിക്കലി എയിം ദാറ്റ് റിക്രൂട്ട്മെന്റ് ടെക്നീഷ്യൻ ആ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് ആണ് ഇപ്പോൾ RRB പരിശ്രമിക്കുന്നത്. പുതിയൊരു വിജ്ഞാപനം ഉടനെ പുറപ്പെടുവിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. വി ആർ പ്ലാനിങ് ടു റിലീസ് ദീസ് നോട്ടിഫിക്കേഷൻ സൂൺ. ആസ്പിരിംഗ് കാൻഡിഡേറ്റ് ആർ അഡ്വൈസ് ടു റെഗുലർലി മോണിറ്റർ ദി ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. എന്നും വെബ്സൈറ്റ് ചെക്ക് ചെയ്യാനായിട്ടാണ് പറയുന്നത്. നിങ്ങളത് കാര്യമാക്കേണ്ട. തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു അവസരം കൂടി ഉടനെ തുറന്നു തരുന്നതായിരിക്കും. ടെക്നീഷ്യൻ തസ്തികയിലേക്ക് RRB അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പുതിയൊരു വിജ്ഞാപനം ഉടനെ ക്ഷണിക്കുന്നതായിരിക്കും എന്നാണ് ഇതിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ RRB ആർ കമ്മിറ്റഡ് ടു മെയിൻറ്റെയിനിങ് ട്രാൻസ്പെറൻസി ആൻഡ് പ്രൊവൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഓൾ എലിജിബിൾ കാൻഡിഡേറ്റ് ത്രൂ ദി റിക്രൂട്ട്മെന്റ് പ്രോസസ്. എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരം ഉടനെ വരുന്നതായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മെൻഷൻ ചെയ്യുന്നത്. എനിവേ പുതിയ അപേക്ഷ ഉടനെ തുടങ്ങുന്നതായിരിക്കും. നമ്മുടെ RPFന്റെ അപേക്ഷയിൽ ഒരുപാട് പേർക്ക് ഇനിയും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. ഇതുപോലൊരു നോട്ടീസ് RPFന്റെ കാര്യത്തിലും റെയിൽവേ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം വരില്ല എന്നല്ല, ഉടനെ വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു നോട്ടീസ് റിലീസ് ചെയ്തിട്ടുള്ളത് 29/1/2024 കറന്റ്ലി RRB ഈ ഒരു റിക്രൂട്ട്മെന്റിന്റെ ഫൈനലൈസിംഗ് ദി റിലീസ് ഓഫ് another സെൻട്രൽ എംപ്ലോയി നോട്ടിഫിക്കേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉടനെ റിലീസ് ചെയ്യും എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ പാനിക് ആവണ്ട. എന്തായാലും റിക്രൂട്ട്മെന്റ് വരും, വിജ്ഞാപനം വരും. ഇപ്പോൾ ഇതിലൂടെ അറിയാൻ സാധിക്കുന്നത് ടെക്നീഷ്യൻ തസ്തികയിലേക്കുള്ള വിജ്ഞാപനമാണ് വരാനിരിക്കുന്നത് എന്നും കൂടി പറയുന്നുണ്ട്. പിന്നെ RPFന്റെ കാര്യം. RPFന്റെ എന്തായാലും വരും, വരാതിരിക്കില്ല. ഇതായാലും അതായത് ടെക്നീഷ്യൻ തസ്തികയായാലും RPF ആയാലും വന്നാൽ ഉടനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക.